വാർത്തകളുടെയും അജണ്ട വെച്ചുള്ള അസത്യ പ്രചരണങ്ങളുടെയും കുത്തൊഴുക്കാണ് നടക്കുന്നത്. കേരളത്തെ തകർക്കുന്നതിനുള്ള നീക്കങ്ങൾക്ക് ചില മാധ്യമങ്ങൾ സ്വയം ആയുധമാവുകയാണ്. മുഖ്യമന്ത്രിയുടെ സമീപകാലത്തെ ഏറ്റവും ദൈർഘ്യമുള്ള വാർത്താസമ്മേളനം നീണ്ടുനിന്നത് 1 മണിക്കൂർ 40 മിനിറ്റ്. ഇതിൽ 55 മിനിറ്റും ചിലവഴിച്ചത് വയനാട് ഫണ്ട് വിവാദം വിശദീകരിക്കാനും മാധ്യമ വിമർശനത്തിനും. മാധ്യമങ്ങൾ പൊതുവെ വിവാദ നിർമ്മാണശാലകളായി മാറിയതാണ് കണ്ടത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സർക്കാരിനെതിരെ തിരിക്കാനാണ് വ്യാജ വാർത്തക്കാർ ആഗ്രഹിച്ചത്. ദുരന്ത നിവാരണത്തിന് അടിയന്തര ധനസഹായമായി കേന്ദ്ര സർക്കാരിന് സംസ്ഥാനം മെമ്മോറാണ്ടം സമർപ്പിച്ചു. അതിലെ കണക്കുകൾ ചെലവിന്റെ കണക്കായി വ്യാഖ്യാനിച്ച് വ്യാജ വാർത്ത സൃഷ്ടിക്കപ്പെട്ടെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. ഇതൊരു സാധാരണ മാധ്യമ പ്രവർത്തനമല്ല, വിശേഷിപ്പിക്കാവുന്നത് നശീകരണ മാധ്യമ പ്രവർത്തനമെന്ന് മാത്രമാണ്. മെമ്മോറാണ്ടം തയ്യാറാക്കിയത് പരിശീലനം കിട്ടിയ പ്രൊഫഷണലുകളാണ്, അല്ലാതെ സർക്കാരല്ല. വയനാട്ടിലെ ദുരന്ത പ്രദേശം പുനർനിർമ്മിക്കാൻ 2200 കോടിയെങ്കിലും ആകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുരിതാശ്വാസ നിധിയിലേക്ക് കൈയയച്ച് സാധാരണ ജനങ്ങൾ സംഭാവന നൽകുകയാണ്. ആ ജനങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നൊരു ദുഷ്ടലക്ഷ്യം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ദുരിതാശ്വാസ നിധികളുടെ വിശ്വാസ്യത തകർക്കുന്നതിനായി നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾ വലിയ പ്രത്യാഘാതങ്ങളാണ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നതെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.